ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കഴിക്കുന്നില്ലേടി? എന്റെ വിശപ്പൊക്കെ പോയി. അതിനോട് ഇപ്പൊ എന്തുണ്ടായി? അമ്മ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞേ? ആരും ഒന്നും പറഞ്ഞില്ല. ചിലതൊക്കെ കേൾക്കുമ്പോ വിശപ്പും ദാഹവും ഒക്കെ പോവും. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? പുന്നാര പെങ്ങള് ഭർത്താവിനെ വിട്ട് നെല്ലിശ്ശേരിന്ന് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ആര് പറഞ്ഞു നിന്നോട് ഈ അനാവശ്യം? ഇവൾ ഇവളുടെ ഉള്ളിലിരിപ്പ് പറഞ്ഞതായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഉള്ളിലിരിപ്പും ഇല്ല. ആ കൊച്ചിനെയും കൊണ്ട് അവൾ ഇങ്ങോട്ട് വരല്ലേന്നാ എന്റെ പ്രാർത്ഥന. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല അവളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയച്ചത്. ഭർത്താവിനൊപ്പം അവള് ജീവിക്കേണ്ടതേ ആ വീട്ടിലാ. മനൂപേ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടൊന്ന് പോയാലോ? അതാ വേണ്ടത്. ഈ രാത്രി തന്നെ അവിടെ പോയി അർച്ചനയോടും സച്ചിയോടും സംസാരിക്കണം. എന്നിട്ട് ഈ തീരുമാനത്തിൽ നിന്ന് അർച്ചനയെ പിന്തിരിപ്പിക്കണം. അനുപേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? അവൾ ആ കൊച്ചിനെ എടുത്ത് രാവിലെ ഇവിടേക്ക് തിരിച്ചു കേറണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അവിടെ പോയി പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാൻ നോക്ക്. അർച്ചന അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണവും ഉണ്ടാവും. അത് ശരിയാ. കുറച്ചുനാള് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് അവളുടെ മനസ്സമാനത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പ്രസവത്തിന്റെ അവളെ നമ്മളിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ പറ്റൂ. അത് കുറച്ച് നേരത്തെ എന്ന് കരുതിയാൽ മതി. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? പ്രസവത്തിന് വിളിച്ചോണ്ട് വരുന്ന പോലെയാണോ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുന്നത്? ആ ജോത്സ്യം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദോഷമുള്ള കുഞ്ഞിനെയും വയറ്റിലിട്ടോണ്ടാ അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. ഒരു തവണ കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കയറി. ഇനി അത് ആവർത്തിക്കണോ? മതി, നിർത്ത. നിന്നെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ദോഷം പറഞ്ഞു പരത്തിയാ എന്തായിരിക്കും നിന്റെ സ്ഥിതി? സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു നിന്ന് കയറുമ്പോ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? അല്ല, അപ്പൊ നിങ്ങള് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നില്ലേ? ഇല്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കിടയിൽ അവൾ ഇങ്ങോട്ട് വന്നാ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനാ എന്റെ തീരുമാനം. അമ്മ എന്ത് പറയുന്നു? ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്റെ മോളെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഞാൻ മരിക്കുന്നത് വരെ അവളെ ഞാൻ നോക്കും. കേട്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ തീരുമാനം. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. കൂടപ്പറപ്പിനോടുള്ള അവന്റെ സ്നേഹം നീ കണ്ടല്ലോ. അതൊക്കെ കണ്ടും കേട്ടും നിന്നാ നിനക്ക് കൊള്ളാം.